ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല ജുമാ മസ്ജിദിന് മുമ്പിലാണ്. ഈ സ്ഥലം ഒരു മുസ്ലിം ദേവാലയമാണ്. പക്ഷേ ഇന്ന് ഇത് ഒരു ഒരു ഭക്ഷണ പന്തലായി മാറിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാൻ നമ്മുടെ ഇന്ത്യൻ സേനാ അംഗങ്ങൾ അവർ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ NDRFന്റെ വോളണ്ടിയർമാർ, നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ വോളണ്ടിയർമാർ, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് ഈ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നിന്നാണ്. നമ്മുടെ സേനാംഗങ്ങൾ പിന്നെ ആർമിയുടെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ സേനാംഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഈ പള്ളി മുറ്റത്ത് നിന്നാണ്. ഈ പള്ളി യഥാർത്ഥത്തിൽ ഒരു ഭക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. ഈ പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പോഴും നമസ്കാരം നടക്കുന്ന ഒരു പള്ളിയാണ്. പക്ഷേ ഇതുപോലെയുള്ള സമയങ്ങളിൽ, ഇതുപോലെയുള്ള ക്രൈസിസ് ഘട്ടങ്ങളിൽ, ഇതുപോലെയുള്ള ദുരന്ത മുഖങ്ങളിൽ അന്നം നൽകുകയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഒരു മഹാസന്ദേശം കൂടി നൽകുന്നുണ്ട് ഈ ദേവാലയം. ഞങ്ങൾ ഇവിടെ മാധ്യമപ്രവർത്തകർ വരുമ്പോഴും ഇവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ കഴിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദേവാലയം, ഒരു പള്ളി ഒരു ഭക്ഷണ പന്തലായി മാറിയ, ഒരു ഭക്ഷണശാലയായി മാറിയ കാഴ്ചയാണ് ഇത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടുകാരെ രക്ഷിക്കാനായി എത്തിയ ഭടന്മാരാണ്, വോളണ്ടിയർമാരാണ്. അവർക്ക് ഭക്ഷണം ഒരുക്കുക എന്ന വലിയ കാര്യമാണ്. ഒരാൾക്ക് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും മഹനീയമായ കാര്യം. ആ കാര്യമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ ദിവസവും ഉള്ള കാര്യമാണ്. ഞാനിവിടെ വന്ന നാൾ മുതൽ വലിയ തിരക്കാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ. കാരണം ഭക്ഷണം പ്രോപ്പറായി കിട്ടുന്ന ഒരു സ്ഥലമല്ല, ഇതൊരു ദുരന്ത ഭൂമിയാണ്. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം ഒരുക്കാനുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ ഭക്ഷണം കൊണ്ട് വരുന്നത് കടച്ചിക്കുന്ന് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലൂടെയാണ്. ഞങ്ങളാരും സഹായിച്ചിട്ടല്ല. ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, നല്ല പ്രവൃത്തി കണ്ടതിൻ്റെ ഭാഗമായിട്ട് പല സന്നദ്ധ സംഘടനകളും ഭക്ഷ്യവസ്തുക്കൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളത് പാകം ചെയ്ത് ഈ പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്ന രക്ഷാപ്രവർത്തകരെ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നു. ഞങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ കേരളീയ ഭക്ഷണമാണ് കൊണ്ടുവരുന്നത്. ജാതി മത ഭേദമെന്നും ഇല്ലാതെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകർ, പരസ്പരം പോരാടുന്ന രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഈ പള്ളി അങ്കണത്തിൽ വന്നാണ് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മനുഷ്യ സ്നേഹത്തിൻ്റെ അസുലഭമായ ചില മുഹൂർത്തങ്ങൾ കൂടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.